ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിദിനം 4 നിലയിലാണ്. കൊല്ലത്തിൽ അതേ മാസത്തിൽ അതേ ഡേറ്റിൽ നബിദിനം, മാസത്തിൽ അതേ ഡേറ്റിൽ നബിദിനം, ആഴ്ചയിൽ ഡേറ്റ് അല്ല ഡേ, തിങ്കളാഴ്ച നബിദിനം, ദിവസത്തിൽ സമ്പൂർണമായ സുന്നത്ത് പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നബിദിനം. ഇങ്ങനെ 4 ദിനത്തിൽ 4 തരത്തിൽ നമുക്ക് നബിദിനം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി കേട്ടോളൂ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഴ്ചയിൽ തിങ്കളാഴ്ചയിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതിന്റെ ഭാഗമാണ് തിങ്കളാഴ്ചയിലെ നോമ്പ് സുന്നത്ത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടില്ലല്ലോ. ആരാ പറഞ്ഞത്? മുത്തുനബി ആഘോഷിച്ചിട്ടുണ്ട് എന്ന് ചില കിതാബുകളുണ്ട്, ചരിത്രത്തിലുണ്ട്. ആ ആഘോഷത്തിൽ സ്വഹാബികളുടെ കൂടെ കൂടിയിട്ടുണ്ട്. വഴിയെ നമ്മളത് പറയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഘോഷിച്ചില്ല എന്ന് തന്നെ വെക്കാം. മുത്തുനബി തങ്ങൾ ആഘോഷിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ഇല്ല എന്നല്ല. നമുക്ക് മുഹറം 10ന്റെ നോമ്പ് സുന്നത്താണ്. മുഹറം 9ന്റെ നോമ്പും 10ന്റെ നോമ്പ് പോലെ തന്നെ സുന്നത്താണ്. റസൂലുള്ള മുഹറം 10 പിടിച്ചിട്ടുള്ളൂ, 9 പിടിച്ചിട്ടില്ല. അപ്പൊ നബി ചെയ്തില്ല എന്ന് തന്നെ വെച്ചോ, എന്നാലും ഇല്ല എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? അവിടുത്തെ അനുവാദം ഉണ്ടായാൽ മതി. മുഹറം 10 ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നാൽ 9 കൂടി പിടിക്കുമായിരുന്നു. പക്ഷെ അടുത്ത വർഷം ഉണ്ടായിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ നബി ചെയ്തത് മാത്രം ചെയ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ പള്ളിയൊക്കെ 2 നില പണിയാ? റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? 2 നില പള്ളി ഒരു കിതാബിലും ഇല്ല. ഏത് പള്ളിയിലെ ഫാൻ വെച്ച് കൊടുത്തേനെ? നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഈ കണ്ട സംഘടനക്കാര്, സമസ്ത ആവട്ടെ, സുന്നി ഏതോ ആവട്ടെ, മുജാഹിദാവട്ടെ, ജമാഅത്താവട്ടെ, ഒരു മാസിക അടിച്ചെറുക്കുന്നുണ്ട്. നബി ചെയ്തിട്ടുണ്ടോ? നബി ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ? അപ്പൊ നബി ചെയ്താൽ മാത്രം. ഇപ്പൊ നമ്മൾ വാച്ച് കെട്ടുന്നുണ്ട്, അതൊരു തെറ്റാണോ? അല്ല. ചില സന്ദർഭങ്ങളിൽ അതൊരു പുണ്യകർമ്മമായിട്ട് വരും. കാരണം നമുക്ക് നിസ്കരിക്കാൻ സമയം നോക്കണം. എന്ത് വേണം? ഒരു വാച്ച് വേണം. അപ്പൊ നിസ്കരിക്കാൻ എന്ന രീതിയിലേക്ക് വരുമ്പോ അത് അമലായി. നബി ചെയ്തിട്ടുണ്ടോ? മൊബൈൽ ഉപയോഗിച്ച് നബി ചെയ്തിട്ടുണ്ടോ? ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇന്ന് ഈ വാട്സാപ്പ് ഗ്രൂപ്പും മറ്റുമൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്വലാത്തിന്റെ ഹൽക്കുകളുണ്ട്. നബി ചെയ്തിട്ടുണ്ടോ? അത് ശരി. അങ്ങനെ നോക്കിയപ്പോ ഒന്നുമില്ലല്ലോ. അങ്ങനെ നോക്കിയൊന്നുമില്ല. നബി ചെയ്തിട്ടില്ല എന്നല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തോടുള്ള സ്നേഹപ്രകടനമായ ആഘോഷത്തെ, അവിടത്തോടുള്ള മറ്റു സ്നേഹപ്രകടനങ്ങളെ എതിർക്കാത്ത പോലെ തന്നെ ഇതും എതിർത്തിട്ടില്ല. അവിടത്തോടുള്ള സ്നേഹപ്രകടനം ഒരു സ്വഹാബിക്ക് തോന്നിയത് പുണ്യ മദീന വിട്ടു പോകണമെന്ന. ആരായിരുന്നു? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആരപ്പ മദീന വിട്ടു പോവാ? നമ്മളൊക്കെ മദീനയിൽ വഫാത്താവാൻ ആർക്കെങ്കിലും കഴിയുന്നുവെങ്കിൽ, മദീനയിൽ ജീവിച്ച് അവിടെ വഫാത്താവാൻ ആർക്കെങ്കിലും കഴിയുന്നുവെങ്കിൽ അവിടെ അവൻ ജീവിച്ച് വഫാത്താവട്ടെ. അവിടെ ജീവിച്ച് വഫാത്തായാൽ ഞാൻ അവന് ശഫാഅത്തിനുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഒരു പ്രിയ സഹോദരൻ, സ്നേഹിതൻ വിദേശത്താണ്, നല്ല ബിസിനസ്സായി മുന്നോട്ട് പോകുന്നു. ഈ അടുത്ത കാലത്ത് എന്നോട് പറഞ്ഞിരുന്നു, അതായത് കഴിഞ്ഞ റബീഇന് ശേഷം, ഉസ്താദിന് ആരെങ്കിലും സൗദി അറേബ്യയുമായി ബന്ധങ്ങളുണ്ടെങ്കിൽ പുണ്യ മദീനയിലേക്ക് എന്റെ ബിസിനസ്സുകളും മറ്റു കാര്യങ്ങളും മാറ്റി പറിച്ചു വെച്ചാൽ എനിക്ക് മദീനയിൽ കഴിയണം, എന്നിട്ട് മദീനയിൽ ജീവിച്ച് അവിടെ മരിക്കണം. ഇതാണ് ഇനി എന്റെ ആഗ്രഹം. ഞാനിപ്പോ ഉള്ളത് മസ്കറ്റിലാണ്, അല്ലെങ്കിൽ സലാലയിലാണ്. എനിക്ക് മദീനയിലേക്ക് ചേരണം. ഇതൊരു ആഗ്രഹമാണ്. ഇത് നമുക്ക് ആഗ്രഹിക്കാവുന്ന ആഗ്രഹമാ. അല്ലാഹു നിറവേറ്റി തരട്ടെ. എത്രയോ ആളുകൾ ഉംറയുടെ കർമ്മത്തിനും ഹജ്ജ് കർമ്മത്തിനും പോകുമ്പോ നമ്മോടൊക്കെ പറയാറില്ലേ, പുണ്യ മദീനയിലൊന്ന് വഫാത്താവണമെന്നത് ആഗ്രഹം. ഒരാൾ പറഞ്ഞു എന്നോട്, ആ പച്ചക്കുപ്പയുടെ തൊട്ടടുത്തുള്ള സ്വർഗഭൂമിക എന്ന് പറഞ്ഞ മസ്ജിദുൻ നബവിയിൽ പരിശുദ്ധ റൗള ശരീഫിന്റെ ചേർന്നുള്ള ഭാഗത്ത് അവിടെ കിടന്ന് മരിക്കാൻ ദുആ ചെയ്യണേ. എന്റെ ആഗ്രഹം അത് ഈ വർഷം മരിക്കണം എന്നല്ല, എപ്പോഴാണോ ഞാൻ മരിക്കുന്നത് അപ്പ അവിടെ എന്ന് പറഞ്ഞിരുന്നു.
ബിലാൽ ഇബ്നു റബാഹ് എന്നാൽ തീരുമാനം മാറ്റി, എനിക്ക് ഇനി മദീന വേണ്ട. എന്തുകൊണ്ട്? എന്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് വേണ്ട, ഇത് നബി അനുവദിച്ച ഇഷ്ടമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നബി ദിന ആഘോഷത്തിൽ റസൂലുള്ളാഹ് പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാതെ. ആ ദിവസത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ദിവസത്തിൽ നടന്ന ആഘോഷം നേരത്തെ പറഞ്ഞിരുന്നു. നബി ദിനം എന്നത് നബി ജനിച്ചാൽ മാത്രമല്ല, നബിയുമായി ബന്ധപ്പെട്ട ദിനം. മദീനത്തേക്ക് ഹിജറ പോകുന്നത് ഒരു തിങ്കളാഴ്ചയാണെന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ വലിയ ആഘോഷ. അതിൽ ആര് കൂടി? മുന്നിലായിരുന്നു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ അതിൽ കൂടി. ഇനി നബി തങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെ വെക്കാം. എന്നാൽ നബി ആഘോഷിച്ചില്ല എന്ന് വെച്ചാൽ തന്നെയും അവിടെ പ്രവാചക സ്നേഹ പ്രകടനമാണ് നബിദിനാഘോഷം എന്നതുകൊണ്ട് മനസ്സിലാക്കാം. ആ ആഘോഷം, അതായത് സന്തോഷ പ്രകടനം, അവിടത്തോടുള്ള മറ്റു സ്നേഹപ്രകടനങ്ങൾ അവിടുന്ന് എതിർക്കാത്തതുപോലെ ഇതും എതിർത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല എന്ന് പറയാവുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്, ഈ സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നബി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാവുന്നതല്ല. ആത്മീയ ആഘോഷങ്ങൾ ഈ മതത്തിലുണ്ട്. അതില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ? ആത്മീയ ആഘോഷങ്ങൾ അത് പെരുന്നാളിന് മാത്രമല്ല. ആത്മീയ ആഘോഷങ്ങൾ ഖുർആൻ കേട്ടോളൂ. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദ ആ അധ്യായത്തിന് അൽ മാഇദ എന്ന് പേര് വെക്കാൻ തന്നെ കാരണം ഈ ആത്മീയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ അൽ മാഇദ ഉണ്ട്. ഒരു പ്രയോഗമുണ്ട്, ഒരു വാക്ക്. സൂറത്തുൽ മാഇദ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قال الحواريون يا عيسى ابن مريم هل يستطيع ربك أن ينزل علينا مائدة من السماء قالوا اتقوا الله إن كنتم مؤمنين. മഹാനായ ഈസ നബിയോട് ഹവാരിയങ്ങൾ അന്ന് പറഞ്ഞിരുന്നു, ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ. ഈസാ നബിയെ, അങ്ങയുടെ റബ്ബിന് ആകാശത്ത് നിന്നും ഒരു വലിയ തളിക ഇറക്കി തരാൻ കഴിയോ ഈസ നബിയെ? ഈസ നബി പറഞ്ഞു, തഖുല്ലാഹ്, പടച്ചോനെ സൂക്ഷിക്കണേ, അങ്ങനൊന്നും പറയല്ലേ. ഇൻകുന്തും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ ഒരു പാത്രം ആകാശത്ത് നിന്ന് ഇറക്കിത്താട്ടെ എന്ന് ഹവാരിയങ്ങൾ ഈസ നബിയോട് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഈസ നബി പറഞ്ഞു, പടച്ചോനെ സൂക്ഷിക്ക്, പേടിക്ക്, അങ്ങനെയൊന്നും പറയല്ലേ. മുഅ്മിനീങ്ങളൊന്നും അങ്ങനെ പറയാറില്ല, അങ്ങനെ പറയല്ലേ. അവര് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹനെ പരീക്ഷിക്കാനോ അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ പറഞ്ഞതല്ല. ഖാലൂ നുരീദു അൻ നഅകുല മിൻഹാ വനത്മഇന്ന ഖുലൂബുനാ വനഅലമ അൻ ഖദ് സദഖതനാ വനകൂന അലൈഹാ മിനശ് ഷാഹിദീൻ. ഈസ നബിയെ, അല്ലാഹ് ഇറക്കിത്തരുന്ന ആകാശത്തിന്റെ അനുഗ്രഹമായി വരുന്ന ആ വലിയ പാത്രമുണ്ടല്ലോ, അതിൽ ഭക്ഷണമുണ്ടാവുമല്ലോ. ആ ഭക്ഷണം അല്ലാഹ് ഇറക്കി തന്ന പ്രത്യേകമായ ആ പാത്രം അങ്ങയുടെ മുഅ്ജിസത്തായി അവതരിക്കുമ്പോ അതിലുള്ള ഭക്ഷണം കഴിക്കല് ബറക്കത്തല്ലേ. അത് കഴിച്ചു കഴിഞ്ഞാൽ നത്മഇന്ന ഖുലൂബുനാ, മനസ്സമാധാനം ഉണ്ടാവും ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ. ഇത് ബറക്കത്തുള്ള ഭക്ഷണം എന്ന് ഞാൻ കരുതി കൂട്ടി പറഞ്ഞതാ. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു പെട്ടിയുടെ കഥ പറയുന്നുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ആ പെട്ടി, ആയത്ത് ഓർമ്മ ഉണ്ടാവൂലോ? അങ്ങനെ ഒരു പെട്ടിയെ പറ്റി പറയുന്നുണ്ട്. ആ പെട്ടിയില് മഹാന്മാരായ അമ്പിയാക്കൾ ഉപയോഗിച്ച പല വിശേഷപ്പെട്ട സാധനങ്ങളുണ്ട്. ആ വിശേഷപ്പെട്ട സാധനങ്ങൾ ഉള്ള പെട്ടിയെ കുറിച്ച് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി ബറക്കത്തുകളായിരുന്നു. അതെല്ലാം ബറക്കത്തായിരുന്നു. ആ ബറക്കത്തുള്ള പെട്ടി മുഖേന ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും, മനസ്സമാധാനം ഉണ്ടായിരുന്നു. അപ്പൊ ബറക്കത്ത് ഇല്ലായ്മയാണ് മനസ്സമാധാനം ഇല്ലായ്മ.
അപ്പൊ ഈസ നബിയോട് അവർ പറഞ്ഞു, ആകാശത്ത് നിന്ന് അങ്ങനെ ഒരു പാത്രം ഇറക്കി തന്ന ആ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവൂലോ, ആ ഭക്ഷണം ഞങ്ങൾക്കത് തിന്നാലോ. ഇന്ന കുലൂബുന, അപ്പൊ ഞങ്ങളുടെ മനസ്സിന്റെ വിഷമമൊക്കെ മാറും. അതോടുകൂടി തന്നെ അങ്ങ് പറയുന്ന തൗഹീദ് ഞങ്ങളുടെ മനസ്സിലൊന്ന് ദൃഢമാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെയൊക്കെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉണ്ടോ? ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈമാൻ അവതരിപ്പിക്കാനുള്ള അനുഭവങ്ങൾ കുറവാണ്. ഇങ്ങനെ ഒരു ഞാനിന്മേൽ കളിയായിട്ട് അത് അറ്റം വരെ എത്തണം. അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. ഏത് സമയം വേണേലും ഇബ്ലീസിന് ഇങ്ങനെ തോണ്ടിയിടാൻ പറ്റും. ഈ ഉണങ്ങി കിടക്കുന്ന ഡ്രസ്സ് അഴയെന്ന് താഴേക്ക് ആടാൻ ഒരു കാറ്റടിച്ച മാതിരി നമുക്ക് ഏത് നിമിഷവും ഹൃദയത്തിൽ നിന്ന് പോവാം. ഇസ്രായേലി സമൂഹം പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങ് പറയുന്നത് ഉൾക്കൊള്ളാൻ അതൊരു കാരണമാകും. പിൽക്കാല സമൂഹത്തില് അന്ന് പാത്രമിറങ്ങിയ ചരിത്രത്തെ ഉദ്ധരിക്കുമ്പോ അതിനൊക്കെ ഞങ്ങൾ സാക്ഷികളായിരുന്നു എന്ന് ആ സമൂഹത്തില് പിൻഗാമികൾ പറയുമ്പോ അത് കേൾക്കാൻ ഞങ്ങളുടെ പിൻഗാമികളായ മക്കൾ ഉണ്ടാവൂലോ, അതൊരു സന്തോഷമല്ലേ. അപ്പൊ കാര്യമായിട്ട് തന്നെ അവരെ പാത്രം ചോദിച്ചു. ഈസ നബി ദുആ ഇറക്കാൻ തീരുമാനിച്ചു. സൂറത്തുൽ മാഇദ ഖാല ഈസ ഇബ്നു മറിയം അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. അല്ലാഹുവേ, റബ്ബനാ അൻസിൽ അലൈനാ, ഞങ്ങൾക്ക് മേലെ നീ ഇറക്കിത്തരണേ അല്ലാഹ്, മാഇദതൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നും ഇവർ ആവശ്യപ്പെട്ട പോലെയുള്ള ഒരു പാത്രം ഇറക്കിത്തരണേ, വലിയൊരു പാത്രം. ആ പാത്രം ഇറങ്ങുക എന്നത് ഈദൽ ലിഅവ്വലിനാ വആഖിരിനാ, ഈ പാത്രം ഇറങ്ങുന്ന ആദ്യ സമൂഹത്തിനും ശേഷം വരുന്ന തലമുറകൾക്കും ഇതൊരു ആഘോഷ ദിവസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസ നബിയുടെ മുഅ്ജിസത്തായി പൂർവീകരുടെ മുന്നിലേക്ക് അള്ളാഹു കൊടുക്കുന്ന സ്വർഗത്തിന്റെ ഭക്ഷണം ഇറങ്ങി വന്ന പാത്രം ഇറങ്ങിയ ദിവസമായി ആ അനുഗ്രഹത്തെ ഓർക്കുന്ന പിൻഗാമികൾക്കും ആ ഓർമ്മ ദിനമുണ്ട്. അന്നവർക്കത് ആഘോഷ ദിവസമാണ്. ഇത് ഇറങ്ങുന്ന ലൈവ് ടൈമിലുള്ള ഞങ്ങൾക്കും അത് ആഘോഷ ദിവസമാണ്. അപ്പൊ ആത്മീയാഘോഷം എവിടെ ഉണ്ടായിരുന്നു? പൂർവീകരിൽ ഉണ്ടായിരുന്നുവെന്ന് ഖുർആൻ. അതൊരു അനുഗ്രഹം. ഒരു പാത്രത്തിൽ കുറച്ച് സ്വർഗത്തിന്റെ ഭക്ഷണം ഇറക്കി ഭൂമിയിലേക്ക് കൊടുത്തത് ഒരു അനുഗ്രഹമായിരുന്നു. അനുഗ്രഹമാണ്. അത് കഴിച്ചാൽ മനസ്സമാധാനം ഉണ്ടാവുന്ന ആയത്തിൽ തന്നെ ഉണ്ട്. അതൊരു ആഘോഷ ദിവസമാക്കി ആ സമൂഹം. ശേഷമുള്ളവരും അത് ആഘോഷ ദിവസമാക്കണം അല്ലാഹ് എന്ന് ഈസ നബി ദുആ ചെയ്തു. അപ്പൊ ആത്മീയാഘോഷം, അനുഗ്രഹങ്ങൾ കിട്ടിയ ദിവസത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ആഘോഷം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആഘോഷിക്കാൻ ശറഅ് അനുവദിച്ച പുണ്യകർമ്മം കൊണ്ട് ആവാവുന്നതുമാണ്. എങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം 50 സെന്റ് സ്ഥലം നമ്മുടെ പേരിലുണ്ടെന്നുള്ളതാ. നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ ഒരു മുഹമ്മദ് റസൂലുള്ള പറയാൻ കിട്ടുന്നുണ്ട്. ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ഈ സമൂഹം. എന്റെ നബിയെ ഞാൻ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട്. മഹ്ശറിൽ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്ന ശഫാഅത്തിന്റെ യോഗ്യത അല്ലാഹ് തന്ന അനുഗ്രഹ ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുത്തെ ആഘോഷിക്കണം, അവിടുത്തെ ആഘോഷിക്കണം. ആഘോഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിട്ടുപോകരുത് കേട്ടോ. സന്തോഷ പ്രകടനം, സന്തോഷം പ്രകടിപ്പിക്കാം, സന്തോഷം പ്രകടിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയൊരു വിശദാംശത്തിലേക്ക് കടന്നു വരാം. തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് ഈസ നബി ആകാശത്ത് നിന്നും തളിക ഇറക്കാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. ആവശ്യം നിറവേറിയാൽ ഇസ്രായേലി സമൂഹം പുതിയ ചരിത്രം കുറിക്കപ്പെടുകയാണ്. സംഭവ ബഹുലമായ ദിവസം ഞങ്ങളുടെ ആഘോഷ ദിവസമായി തീരുന്നു. ഈസാ നബി തന്റെ സമൂഹത്തിന് വേണ്ടി ആവശ്യപ്പെട്ട പോലെ തളിക ഇറങ്ങി വന്നു. അത് അവർക്ക് ആഘോഷകരമായ ഒരു ദിവസം സമ്മാനിച്ചു എന്ന് ചുരുക്കം. വിശദീകരിക്കുന്നില്ല. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ദീനിലും ഇതുപോലെ ചില ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഗ്രഹം വന്ന ദിവസം കേട്ടോളൂ. ദീൻ പൂർത്തിയായി എന്ന സന്തോഷ വാർത്ത എത്തിയതും
ആഘോഷ ദിവസത്തിലാ. ദീൻ പൂർത്തിയായി, സന്തോഷം. ദീൻ പൂർത്തിയായി. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് വലിയ സന്തോഷം ഉണ്ടായ ചില ദിവസങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ദിവസമാണ് SSLC പരീക്ഷ തീർന്ന അന്ന്. സന്തോഷം ഉണ്ടായിരുന്നു. റിസൾട്ട് എന്തോ ആവട്ടെ, എനിക്കുണ്ടായിട്ടുണ്ട് സന്തോഷം. കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ദറസ്, സ്കൂള് ഇങ്ങനെ ടൈറ്റായി നിന്ന് സ്കൂളിലൊക്കെ പോയിരുന്ന് ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. പലപ്പോഴും സാർ ഇങ്ങനെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ രാത്രി ദറസിലെ കിതാബൊക്കെ ഓതി ഉറക്കമൊഴിഞ്ഞ് കിടക്കും. മുത്താലിമീങ്ങൾക്ക് അങ്ങനെയല്ലേ, മറ്റുള്ള കുട്ടികളുടെ സൗകര്യമില്ലല്ലോ. ഒന്നാം ദിവസവും രണ്ടാം ദിവസവും ഒക്കെ കഴിഞ്ഞ് 11 മണിയോടുകൂടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ സുബഹിയോടുകൂടെ എഴുന്നേൽക്കുന്നു. പിന്നെ ഒരു വിശ്രമമില്ല. മറ്റുള്ള എല്ലാ കുട്ടികളുടെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുറെ ദൂരങ്ങളിലേക്ക് നടന്നു പോകണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ മൊത്തത്തിലുള്ള ക്ഷീണം. ചിലപ്പോൾ ചില സമയങ്ങളിൽ കിതാബുമായി ബന്ധപ്പെട്ട് ഉള്ള പഠനത്തിൽ കുറച്ച് വൈകി കിടക്കേണ്ടി വന്നാൽ ആ ഉറക്കം പിന്നെ അവിടെ കളയാണ്. സ്വാഭാവികമായും സ്കൂളിൽ പോയിരുന്ന ഉറക്കം വരും. പലപ്പോഴും ആദ്യത്തെ പീരീഡ് തന്നെ എത്രയോ ദിവസങ്ങൾ സുബഹിക്ക് മുമ്പ് കുളിക്കുമായിരുന്നു. ഒരു 4:30 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിക്കും. കാരണം പകല് കുളിക്കാൻ സമയം കിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ടൈറ്റായി പഠിച്ചെടുത്ത സമയത്ത് സ്കൂളിൽ SSLC കഴിഞ്ഞോടുകൂടെ പഠിച്ചവനെ കഴിഞ്ഞല്ലത്. ജയിച്ചാലും വേണ്ടില്ല, തോറ്റാലും വേണ്ടില്ല. ആ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു സന്തോഷം, ഒരു പൂർത്തീകരണം ഉണ്ടായി. അങ്ങനെയുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ശ്രമിച്ചു? ആ എച്ച് വരച്ച് തീർന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിച്ചോട്ടെ, പഠിക്കാതിരിക്കട്ടെ, ആ എച്ച് വരയ്ക്കാനുള്ളത് അവർ പഠിപ്പിക്കുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസിന്. അതിന്റെ പേരിൽ വലിയ ടോറസ് ഒന്നും ഓടിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരു 4 വീലർ ലൈസൻസ് എടുത്ത് വരുന്ന ആള് എച്ച് വരച്ച് പൂർത്തീകരിച്ചാൽ എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവും. നോമ്പ് തുറയുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാണ്. ഒരു 6 മണിയായപ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാധാരണ ദിവസത്തിൽ ഒരു 8:30-9 മണിയായപ്പോഴേക്കും അലക്കും കൂടിയും പണിയും വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാം റെഡിയായി. ആ മീനും കൂടി പൊരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ സന്തോഷമായി, ഫ്രീ ആയി. എല്ലാം പൂർത്തിയായാൽ സന്തോഷമുണ്ട്. ദീൻ പൂർത്തിയായപ്പോ എന്തോരം സന്തോഷം ഉണ്ടാവും. ദീൻ പൂർത്തിയായാൽ സന്തോഷമില്ലേ? കേട്ടോളൂ. ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്, ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിലുണ്ട്. ഹദീസ് അമ്മാർ ഇബ്നു അബി അമ്മാർ തങ്ങൾ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത് ഒരിക്കൽ ഓതി. സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത് എന്താണ്? ആയത്ത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദീൻ പൂർത്തിയായി എന്ന ആശയമുള്ള ഈ ആയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ മുന്നിൽ ഒരു ജൂത സഹോദരനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലൗ ഉൻസിലത് അലൈനാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഞങ്ങളിലാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ ദീൻ പൂർത്തിയായത് മൂസ നബിയുടെ സമൂഹത്തിനാണ് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരായത്ത് അന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ലത്തഖദനാ യൗമഹാ ഈദാ, ആയത്ത് ഇറങ്ങിയ ദിവസത്തെ ഞങ്ങൾ ആഘോഷ ദിവസമാക്കുമായിരുന്നു. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, നിനക്കെന്താണോ പറ്റിയത്? നസലത്ത്, ഞങ്ങൾക്ക് ഈ ആയത്ത് ഇറങ്ങിയത് ഫി യൗമി ഈദൈനി ഇത്നൈനി, 2 ആഘോഷ ദിവസം ഒത്തുകൂടിയ ഒരു ദിവസത്തിലാണ്. വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ ഒരുമിച്ച് വരാന്ന് പറയണ പോലെ ഞങ്ങൾക്ക് 2 ആഘോഷങ്ങൾ ഒത്തുകൂടിയ ഒറ്റ ദിവസത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. അതായത് ജുമുഅത്തിൻ വ യൗമി അറഫ, വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒത്തുകൂടിയ ദിവസത്തിലാണ് ഞങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയത്. അറഫയിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ദിവസം ആഘോഷ ദിവസം തന്നെയാണ്. ഈ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾക്കും ആഘോഷ ദിവസം. അപ്പോ അള്ളാഹുവിന്റെ ദീനിൽ ദീൻ പൂർത്തിയായ എന്ന സന്തോഷ വാർത്ത ഇറങ്ങിയ ദിവസത്തെ ആഘോഷ ദിവസമായി തന്നെ സ്വഹാബികൾ കണ്ടിട്ടുണ്ട്. അനുഗ്രഹം കിട്ടിയ ദിവസത്തെ ആഘോഷിച്ചു. സ്വഹാബികൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. തുർമുദിയുടെ ജാമിഉൽ ഹദീസ് ഉണ്ട്, തബറാനിയുടെ മുഅ്ജമിൽ ഈ ഹദീസ് കാണാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പിറവിദിനം ആഘോഷിക്കാൻ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും അവസരങ്ങളുണ്ട്. അവിടെ നിന്ന് ആർക്കും വിഷമമല്ല. നബി ചെയ്തിട്ടുണ്ടോ എന്ന് ആരും ചോദിക്കുന്നില്ല. പിറവിദിനം, സംഘടന പിറന്ന ദിവസം, സംഘടനയുടെ വാർഷികം, സ്ഥാപനം പിറന്ന ദിവസം, സ്ഥാപനത്തിന്റെ വാർഷികം, കുട്ടി ജനിച്ച ദിവസം, വിവാഹം പിറന്ന ദിവസം, വിവാഹം ഉണ്ടായ ദിവസം ഒക്കെ ഉണ്ട്.
നബി ദിനം ഷിർക്ക. അതെ, അത് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. നബിയോടുള്ള സ്നേഹപ്രകടനം, ഒരാൾക്ക് അന്ന് നോമ്പെടുത്തുകൊണ്ടാണ് സന്തോഷ പ്രകടനം, ആയിക്കോട്ടെ. സന്തോഷം പ്രകടിപ്പിച്ച് നോമ്പെടുച്ചുകൊണ്ടാണ് നബിദിനത്തിന്റെ അന്ന് നോമ്പെടുച്ചു, ആയിക്കോട്ടെ. അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. എന്തുകൊണ്ട്? തിങ്കളാഴ്ചയിൽ ഞാൻ ജനിച്ചു എന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സാധാരണ നബിമാർക്ക് പോലും നബിദിനമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ. സാധാരണ നബിമാർക്ക് പോലും നബിദിനമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ. ഉദാഹരണം ഒരാളെ പറയാം. യഹ്യാ നബി അലൈഹിസ്സലാം, അത്ഭുതം നിറഞ്ഞ പ്രവാചകനാണ് യഹ്യ. ഹിസാബ് വേഗം പൂർത്തിയാകുന്ന ഒരു നബിയാണ് യഹ്യ. മഹാനവറുകളെ പറ്റി പറയുന്നത്, കണ്ണ് ചിമ്മുന്ന നേരം പോലും അല്ലാ എന്ന ചിന്ത മനസ്സിൽ നിന്ന് ഒഴിവാവാത്ത നബിയാണ് യഹ്യ അലൈഹിസ്സലാം. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ. രണ്ടാമത്തെ വയസ്സിൽ മഹാനവറുകൾ ഇസ്രായേലി സമൂഹത്തിന് തൗറാത്ത് എടുത്തു വെച്ചുകൊണ്ട് വഅദ് പറഞ്ഞ നബിയാണ് യഹ്യ. മൂന്നാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ പക്വത അല്ലാഹു കൊടുത്ത മഹാനാണ് യഹ്യ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ നബിയാണ്, എന്നാൽ പ്രഗൽഭനാണ്. ഈ നബിക്കും ഒരു നബിദിനമുണ്ടായിരുന്നുവെന്ന് ഖുർആൻ. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. കേട്ടോളൂ, ഖുർആൻ പറയുന്നു വസ്സലാമുൻ അലൈഹി, മഹാനായ യഹ്യാ നബിക്ക് അല്ലാഹുവിന്റെ ആശീർവാദം ഉണ്ടാവട്ടെ എന്നാണ്. യൗമ വുലിദ, മഹാൻ ജനിച്ച ദിവസം. ജനിച്ച ദിവസം അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാവട്ടെ. ഒരു നബിയുടെ ജനന ദിനത്തിന് അള്ളാഹു പരിഗണന കൊടുത്തു. ഖുർആന്റെ ആയത്താണ്. വയൗമ യമൂതു, ഒരു മഹാനായ നബി വഫാത്താകുന്ന ദിവസത്തിനും പരിഗണനയുണ്ട്. ആ വഫാത്താകുന്ന ദിവസത്തിലും അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാവട്ടെ. അപ്പ ചോദിക്കും, ഉസ്താദേ നബിദിനം റബീഉൽ അവ്വൽ 12-നാണ് എങ്കിൽ റബീഉൽ അവ്വൽ 12-ന് തന്നെയല്ലേ അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായത്? അപ്പൊ വഫാത്തായ ദിവസത്തിൽ എന്തിനാ സങ്കടപ്പെട്ടിരിക്കല്ലേ വേണ്ടത്? അല്ല, അങ്ങനെയല്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും. ജനിച്ച സന്തോഷം പോലെ തന്നെ അന്ന് വഫാത്തായ ദിവസത്തില് സങ്കടം ഉണ്ടാവൂലേ? നബി സ്നേഹല്ലേ? നബി സ്നേഹത്തിന്റെ പേരിൽ അന്ന് നിനക്ക് സങ്കടം തോന്നണമെങ്കിൽ ആവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മതത്തിലൊരു നിയമമുണ്ട്. ഒരാള് മരണപ്പെട്ടാൽ 3 ദിവസത്തിനപ്പുറത്തേക്ക് തഅസിയത്ത് ഇല്ല. സങ്കടം തളം കെട്ടി മുഖം വെറുപ്പിച്ച് ദുഃഖിക്കാനായി മാറ്റിവെക്കൽ 3 ദിവസത്തിന് ശേഷം പാടില്ല. തഅസിയത്ത് 3 ദിവസത്തിന് ശേഷം പാടില്ല. മുത്തുനബി വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്ന് വെക്ക. 3 ദിവസത്തിനുള്ളിലാണെങ്കിൽ തഅസിയത്തായിട്ട് റബീഉൽ അവ്വൽ 12 ആചരിക്കാമായിരുന്നു. തഅസിയത്തിന്റെ റോള് 3 ദിവസമേ ഉള്ളൂ, മരണശേഷമുള്ള ദുഃഖാചരണം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, വാപ്പ മരിച്ചതാണ് ഈ കൊല്ലം, അതുകൊണ്ട് പെരുന്നാൾ വന്നതിന്റെ പേരിൽ മക്കൾക്ക് ഉടുപ്പ് വാങ്ങുന്നില്ല, അങ്ങനല്ലേ? ഈ കൊല്ലം മരിച്ചു, വാപ്പ മരിച്ച വർഷമാണ് ഉസ്താദ്, അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഉടുപ്പ് വാങ്ങൽ എന്തിനാണ്? 3 ദിവസത്തിനപ്പുറത്തേക്ക് തഅസിയത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ പാടില്ല. 3 ദിവസത്തിനുള്ളിലാണ് പെരുന്നാളെങ്കിലാണ് അതിന്റെ ആവശ്യമുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വസ്ത്രം വാങ്ങാൻ പെരുന്നാളിന് വസ്ത്രം വാങ്ങി പെരുന്നാളിൽ സന്തോഷിക്കുക എന്നത് 3 ദിവസത്തിനുള്ളിലാണ്, മരണത്തിന്റെ 3 ദിവസത്തിന്റെ ഉള്ളിലാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ ആ വസ്ത്രം പുതിയത് വാങ്ങലൊക്കെ ഒഴിവാക്കി നിർത്താം. അങ്ങനെ സ്വാഭാവികം ചില ആളുകൾ ചെയ്യുന്നുണ്ട്. അടുത്ത ഒരു കൊല്ലത്തേക്ക് അവർക്ക് പെരുന്നാളില്ല, അങ്ങനെ പറയാം. അങ്ങനെയല്ല. ദുഃഖ ആചരണം ഇദ്ദയിരിക്കുന്ന പെണ്ണല്ലാത്തവർക്ക്, ഇദ്ദയിരിക്കുന്നവരല്ലാത്തവർക്ക് 3 ദിവസത്തിനപ്പുറത്തേക്ക് ദുഃഖ ആചരണത്തിന് വേണ്ടി മാറ്റിവെക്കൽ അനുവദനീയം അല്ല. അപ്പൊ മുത്തുനബിയുടെ വഫാത്ത് ദിവസമാണ് റബീഉൽ അവ്വൽ 12 എന്ന അർത്ഥത്തിൽ ആ ദിവസത്തെ ഒരു ദുഃഖ ആചരണ ദിവസമായി മാറ്റിവെക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ പിന്നെ എന്താ അടുത്ത ഓപ്ഷൻ? മുഅ്മിനീങ്ങളോട് സന്തോഷം പ്രകടിപ്പിച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ.
മുഅ്മിനീങ്ങളോട് സന്തോഷം പ്രകടിപ്പിച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത്. അല്ലാഹുവിന്റെ ഫളല് കൊണ്ട് നിങ്ങൾ, വബിറഹ്മതിഹി റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക അല്ലാഹുവിന്റെ ഫളല് റഹ്മത്ത് കൊണ്ട്, ഫൽഫറഹു സന്തോഷിച്ചോ. ആരാണ് ഈ റഹ്മത്ത്? എന്റെ വക പറയല്ല. മഹാനായ ഇമാം അൽ ഹാഫിദ് ബിൽ ജൗസി തന്റെ സാദുൽ മസീറിൽ രേഖപ്പെടുത്തുന്നു, ഈ ഫളല് റഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫളല് ഇൽമാണ്, റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ മുത്ത് നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ എന്ന് ഖുർആൻ. ആ സന്തോഷിക്കലാണ്, ആ സന്തോഷ പ്രകടനമാണ് ആഘോഷം. അത് മതദൃഷ്ട്യ അനുവദനീയമാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മീയ ആഘോഷങ്ങൾ നമ്മുടെ പൂർവീകരിലുണ്ട്. ദീൻ പൂർത്തിയായ അന്ന് ആഘോഷിച്ചിട്ടുണ്ട്. സാധാരണ നബിമാർക്ക് പോലും ആ നബി ജനിച്ച ദിവസത്തെ പരിഗണിച്ച് ഖുർആനിൽ ആയത്തുണ്ട്. സൂറത്ത് മറിയമിന്റെ 15-ാമത്തെ ആയത്ത്. മറ്റൊരു നബിയാണ് യഹ്യാ നബിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മറ്റൊരു നബിയാണ് ഈസാ അലൈഹിസ്സലാം. തൊട്ടിലിൽ കിടന്ന് പറയുന്ന ആ വാക്കുകൾ ഖുർആന്റെ ആയത്താണ്. ആ ആയത്തിൽ പറയുന്നുണ്ട്, ഈസ നബി എന്ന മഹാനായ പ്രവാചകൻ ജനിച്ച ദിവസത്തെ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട്. നബി ജനിച്ച ദിവസത്തിന് പരിഗണനയുണ്ട്. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഈസ നബി ജനിച്ച ദിവസത്തിൽ അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാവട്ടെ. ഈ സ്വലാത്തും സലാമിനും ഒറ്റ വാക്കിൽ പറയുന്ന മറ്റൊരു പ്രയോഗമാണ് മൗലൂദ്. നബിയുടെ സ്വലാത്തും സലാമുമാണ് അതിലുള്ളത്. നബി ചരിതങ്ങളാണ് അതിലുള്ളത്. നബി സ്നേഹ പ്രകടനത്തിന്റെ വാക്കുകൾ അതിലുള്ളത്. ഈസ നബിക്കും യഹ്യാ നബിക്കും അവർ ജനിച്ച ദിവസവും വഫാത്താവുന്ന ദിവസത്തിലും സലാം ഉണ്ടാവട്ടെ. നമ്മളും ഈ സലാം പാടുന്നതാണ്. എവിടെ? സ്വലാത്തും വ തസ്ലീമുൻ. തസ്ലീം സലാമാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻസിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഹബീബിന്റെ സലാമും സ്വലാത്തും പാടലാണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. അല്ലേ? സലാം അല്ലേ? സ്വലാവാതി അലൻ നബി വസ്സലാമി. സലാമാണ്, സ്വലാത്താണ്. അതന്നെയാണ് ഈ ജനിച്ച ദിവസത്തിൽ പാടുന്നത്. ജനിച്ച ദിവസത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിനോട് ചേർന്ന് വരുന്ന ദിവസം, ആ മാസം മുഴുവനും പാടാണ്, എപ്പോഴും പാടാം. ഇത് അള്ളാഹുവിന്റെ നബിമാരായ ഈസ നബിക്കും യഹ്യാ നബിക്കും അള്ളാഹു സലാം അറിയിച്ചതായി അവർ ജനിച്ച ദിവസം, അവർ വഫാത്താകുന്ന ദിവസവും അങ്ങനെ തന്നെ ഖുർആനിലുണ്ട്. മഹാന്മാരായ നബിമാര് ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ട്. കേട്ടോളൂ. അൻ നബി ഹുറൈറ. സാധാരണ നബിമാരെ പറ്റിയാ പറഞ്ഞത്. യഹ്യ നബി, ഈസ നബി. ഇനി കേട്ടോളൂ. അബുൽ ബശർ ആദം അലൈഹിസ്സലാം. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസം. സൂര്യോദയം ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം വെള്ളിയാഴ്ചയാണ്. എന്താ പ്രത്യേകത? കേട്ടോളൂ. വെള്ളിയാഴ്ചയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഫീഹി ഖുലിഖ ആദം. ആദം നബി ജനിച്ച ദിവസമാ വെള്ളി. സൃഷ്ടിച്ചതും സുബ്ഹാനവൻ അന്നാണ്. അബുൽ ബശർ നബി ആദമേ എന്നാണ്. സ്വർഗത്തിൽ അവർ കടന്നതന്നേ ദിവസമാ. അതിൽ നിന്നിറക്കപ്പെട്ടതും ഈ ദിവസമാ. അവർക്കുള്ള തൗബ സ്വീകരിച്ചതുമെന്ന അതുപോലെ അന്നാണ് അന്ത്യദിനവും എന്നാ. വെള്ളിയാഴ്ച ആദം നബിയുടെ ദിവസം നബി ദിനാണ്. ആദം നബിയെ സംബന്ധിച്ച് മുത്തുനബി പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസമാണ് മഹാൻ ജനിച്ചത്. വെള്ളിയാഴ്ച ഖൈറു യൗമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാധാരണ നബിക്ക് നബി ദിനം എന്ന് പറഞ്ഞ് യൗമ വുലിദ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അപ്പൊ പിന്നെ അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ദിനം ഉണ്ട്. ഇതില്ലാന്ന് അങ്ങ് പറഞ്ഞ അങ്ങനെ ആവോ?
അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊന്നും ഇല്ല എന്നല്ല. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും പറയുന്നതൊന്നുകൂടി പറയട്ടെ, മുത്തുനബിയുടെ പേരിൽ തർക്കമില്ല. മുത്തുനബിയുടെ പേരിൽ നമ്മൾ തർക്കത്തിന് പോവല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ ഉള്ളപ്പോ റബീഉൽ അവ്വൽ 12-ന് തന്നെ, അതും തിങ്കളാഴ്ച, മദീനക്കാർ ആഘോഷിച്ചു. ആ ആഘോഷത്തിൽ റസൂലുള്ള പങ്കാളിയായി. ഹദീസ് ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നു, കേട്ടോളൂ. തൊബറാനിയുടെ മുഅ്ജമുൽ ഹദീസ്. നബിയെ കൊണ്ടുള്ള ആഘോഷം നബിദിനത്തിൽ മാത്രമല്ല, എപ്പോഴും വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീനയിൽ കണ്ടോളൂ, ഇമാം തൊബറാനിയുടെ മുഅ്ജമുൽ കബീറുൽ ഹദീസ്, മദീനയിൽ ഹബീബായ നബിതങ്ങൾ എത്തിയത് ഒരു നബിദിനത്തിന്റെ അന്നാണ്. എന്നാ നബിദിനം? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അന്ന് ഘോഷയാത്ര ഉണ്ടായോ മദീനത്ത്? എന്തുട്ടാ ഉസ്താദെ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഘോഷയാത്ര. റോഡ് ബ്ലോക്കാക്കലില്ല ഘോഷയാത്രയിൽ, ബ്ലോക്ക് ആവാതെ പോല. നിങ്ങൾ മറ്റുള്ള ഘോഷയാത്രകൾ കണ്ടിട്ടുണ്ടാവും. നബിദിനത്തിന് ഘോഷയാത്രയുടെ പേരിൽ റോട്ടിൽ വണ്ടി ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്നത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയില്ല. ഈ ആരോ ചേർന്ന് നമ്മുടെ കൊച്ചുമക്കൾ തക്ബീറും സ്വലാത്തും ചൊല്ലിപ്പോകുന്നത് എവിടെ ബ്ലോക്കാക്കല്? ഈ ഘോഷയാത്രയൊക്കെ ആവശ്യമുണ്ട്. നബിദിന ഘോഷയാത്ര ഉണ്ടായിട്ടുണ്ടെന്നേ. എവിടെ? മദീനയില്. അങ്ങനെ ഉണ്ടോ? ആ സൽഫൈസി വെറുതെ പറയല, കിതാബിൽ കണ്ടിട്ട് പറഞ്ഞ. തൊബറാനിയുടെ മുഅ്ജം നോക്കിക്കോളൂ. ആദ്യം ആ ഹദീസ് പറയാം. അനബിൽ ബദ്ദാഹ് റളിയല്ലാഹു അൻഹു അനബിൽ ബദ്ദാഹ് ഇബ്നു ആസിം ഇബ്നു അദി അൻ നബിഹി ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത യൗമൽ ഇത്നൈനി. റസൂലുള്ള മദീനയിലെത്തുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിങ്കളാഴ്ചയാണ് എന്ന്. റബീഉൽ അവ്വലിലെ 12 രാത്രി കടന്നതിന്റെ പിറ്റേ പകല് അന്നെന്തായിരിക്കും? റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ 12 രാവ് കടന്നതിന്റെ പിറ്റേ പകൽ എന്തായിരിക്കും? 12 രാവ് കഴിഞ്ഞു, പിറ്റേ പകൽ എന്താണ്? 12 പകലാണ്. ഒന്നുകൂടി കേട്ടോളൂ ഹദീസ്. അറബി ഓതി തന്നെ പറയുന്നു, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നിങ്ങളൊക്കെ നബിദിനാഘോഷത്തിനോട് എതിരുണ്ടെന്ന് ഓർത്തല്ലാട്ടെ ഞാനിതൊക്കെ പറയാം. നിങ്ങളൊക്കെ അത് കൂടുന്ന ആൾക്കാരാ. പക്ഷെ നമ്മൾ ഇത് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാ. 4 ആൾ അറിയുമ്പോൾ അറിയട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഇബ്ലീസിന്റെ പണിയെടുക്കുന്നവൻ വന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ചാഞ്ചാട്ടം വേണ്ട. നമുക്ക് അറിയണമല്ലോ, പറയണമല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത യൗമൽ ഇത്നൈൻ. റസൂലുള്ള മദീനയിലെത്തുന്നത് ഒരു തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വലിലെ 12 രാവ് കഴിഞ്ഞിട്ടുള്ളതായ 12ാമത്തെ പകലിലാണ് റസൂലുള്ള മദീനയിലെത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅഖാമ ബിൽ മദീന. അന്ന് മുതൽ മദീനയിൽ താമസം ഉറപ്പിച്ചതാണ് 10 വർഷം. ഈ ഹദീസ് റബീഉൽ അവ്വൽ 12-ന് നബി തങ്ങൾ മദീനയിലെത്തി എന്ന് തന്നെയാണ് പറഞ്ഞത്. അതും തിങ്കളാഴ്ച എന്നാണ് പറഞ്ഞത്. തൊബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഇപ്പോഴും ഈ ഹദീസ് ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയിലുണ്ട്. ഇനി അന്നത്തെ ദിവസം മദീനയിൽ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഷെയ്ഖ് അലി മുഹമ്മദിന് സ്വല്ലാബി തങ്ങളുടെ അസ്സീറത്തുൻ നബവിയ്യ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിലേക്ക് കടന്നു വരാം. മദീന പ്രവേശമാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അങ്ങനല്ലേ? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലേക്ക് മുത്തുനബി തങ്ങൾ ഹിജ്റയുടെ ആവശ്യാർത്ഥം മദീന പ്രവേശം നടക്കുകയാണ്. മദീനയുടെ ഉദ്ഘാടനം, മദീനയുടെ പ്രവേശം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലേ രാത്രിയിൽ വന്നെത്തിയതാ മദീന അതിർത്തിയിൽ. ഇനി കേട്ടോളൂ. മദീന, മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടക്കാൻ ഉദ്ദേശിച്ച നേരം മദീനക്കാരായ സ്വഹാബികളിലേക്ക് കൂടെയുള്ള ആരെയോ റസൂലുള്ളാഹി പറഞ്ഞയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മദീനക്കാരായ അൻസാറുകൾ മദീനയുടെ അതിർത്തിയിലേക്ക്, മദീനക്ക് പുറത്തേക്ക് അവർ വന്നു. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലേക്കും മുത്തുനബിയിലേക്കും അവർ വന്നു, ഇങ്ങോട്ട് വന്നു. ഫസല്ലമു അലൈഹിമാ, ഇരുവരോടും വന്നവരായ മദീനക്കാർ സലാം പറഞ്ഞു. നീ കേട്ടോളൂ.
വഖാലു, അന്നവര് പറയുകയാണ്, ഇനി മദീന പ്രവേശം നടക്കുകയാ, അവര് പറയുകയാണ്, ഇർക്കബാ ആമിനൈനി മുതാഈൻ, ഞങ്ങൾ പിന്നാലെ കൂടിക്കോളാം, മുതാഈൻ, ഞങ്ങൾ പിന്നാലെ വന്നോളാം, നിങ്ങൾ മുന്നിൽ പോവണേ, വാഹനത്തിൽ തന്നെ പോവണേ. അങ്ങനെ രണ്ടുപേരെ മുന്നിൽ നിർത്തി, ഞങ്ങൾ പിന്നാലെ വന്നോളാം, മുന്നില് നേതൃത്വം, പിന്നാലെ ഞങ്ങള്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, ഘോഷയാത്ര എന്ന് പറയാ, അല്ലേ? അങ്ങനല്ലേ ഒരു പ്രകടനം? അങ്ങനെയല്ലേ, മുന്നിൽ നേതാവ് നിൽക്ക, പിന്നിൽ ഞങ്ങളുണ്ട്. മദീനയുടെ അതിർത്തിയിൽ നിന്ന് മദീന പ്രവേശം നടക്കാണ്, പുറകെ ഉള്ളവർ പുറകെ വരുന്നു, മുന്നിൽ മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും. ഇനി കേട്ടോളൂ, ഞാൻ വെറുതെ ഇഴച്ച് കെട്ടിപ്പറയല്ല. എന്നിട്ടോ മഹാന്മാരായ അൻസാരിങ്ങൾ അവരോട് പറഞ്ഞു, മുത്തുനബിയോടും സിദ്ദീഖ് തങ്ങളോടും പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ രണ്ടുപേരും കുതിരയുടെ ഒട്ടകത്തിന്റെ പുറത്ത് തന്നെ മുന്നിൽ, മുതാഈന് ഞങ്ങൾ പിന്നിലുണ്ട്. ഫറക്കിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മക്കളെ എങ്ങനെ ചെയ്യലേ, നബിദിനത്തിന് ഘോഷയാത്ര പറ്റൂല, അങ്ങനെയല്ല പറഞ്ഞത്. മുത്തുനബി തങ്ങൾ വേഗം ഒട്ടകത്തിന്റെ പുറത്ത് കയറി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കയറി. കയ്യിലുള്ള ആയുധങ്ങൾ അന്ന് മഹാന്മാരായ സ്വഹാബത്ത് ഉയർത്തിപ്പിടിച്ചു. ഇത് അജയ്യതയുടെ അടയാളം, ഇത് സന്തോഷത്തിന്റെ പ്രകടനം. നമ്മുടെ രാജ്യത്ത് ആയുധം ഉയർത്തിപ്പിടിച്ച് പ്രകടനം അനുവദനീയമല്ല, ആണോ? അല്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടക്കാറുണ്ട്. എപ്പോഴാ? രാജ്യത്തിന്റെ പട്ടാളക്കാര് പരേഡ് നടത്തുമ്പോ, അല്ലേ? അവരുടെ പരേഡ് പോലെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരേഡ് നടത്തി മഹാന്മാരായ സ്വഹാബത്ത്. നബിയുടെയും സിദ്ദീഖ് തങ്ങളുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ ബിസ്സിലാഹി ആയുധമുയർത്തിയ പരേഡ് നടത്തി. വഇൻദ വസൂലിഹി ഇലൽ മദീന അഖദ അഹ്ലുൽ മദീന, മഹാനായ നബി തങ്ങൾ മദീനയിലേക്ക് കയറാണ്. അപ്പോഴുണ്ട് മദീനക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും. അതാ ചിലര് ഈത്തപ്പനയുടെ മുകളിലാ ആദ്യം ഞാൻ കാണും, ചിലര് വലിയ വലിയ ഉയരമുള്ള കുന്നിന്റെ മുകളിൽ നിന്നോ. എന്നിട്ട് വിളിച്ചു പറയാൻ തുടങ്ങിയ ആവേശത്തോടുകൂടെ, ജാ നബിയുല്ലാ, ജാ നബിയുല്ലാ, ജാ നബിയുല്ലാ, ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹപ്രകടനമായി അവരിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. അവസാനം ഹബീബായ നബി തങ്ങൾ മദീനയിലേക്ക് കയറി. ഇനി കേട്ടോളൂ, ഫക്കാന യൗമു ഫർഹിൻ, അന്നത്തെ മദീന പ്രവേശത്തിന്റെ ആ ദിവസം, ഏത് ദിവസം മറക്കല്ലേ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പരേഡോടുകൂടെ മദീനയിലേക്ക് ചെന്നു. നബി തങ്ങൾക്ക് അറിയില്ല അന്ന് നബിദിനായിരുന്നു. സിദ്ദീഖ് തങ്ങളും നബി തങ്ങൾ അതിൽ പങ്കെടുത്തില്ലേ? ഇവരെന്ത് ചെയ്തു? നബി ദിനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നബി ജനിച്ച ദിനത്തെ മാത്രമല്ല നബി ദിനായിട്ട് കാണാം. നബി വന്ന മദീന പ്രവേശം അന്ന് മദീനക്കാരുടെ നബി ദിനമാണ്, നബി വന്ന ദിനം. അതെല്ലാം നിലക്കും. അന്ന് റബീഉൽ അവ്വൽ 12 ആയിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു, നബി വന്ന ദിനമാണ്. അവരിലേക്ക് നബി എത്തിയ ദിവസം.